പ്രവർത്തനങ്ങളും വാർഷിക യോഗങ്ങളും നടത്തുകയും അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് കലാപരിപാടികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വാഗ്ദാനങ്ങളും ഒക്കെ നടത്തുകയും തുടർന്ന് ഒരു വർഷത്തോളം ആ വർഷം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ PSC കോച്ചിങ് ക്ലാസ് അതുപോലെ തന്നെ തുടങ്ങി എല്ലാ മേഖലകളിലും നമ്മളുടെ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന SNDP ശാഖാ യോഗത്തിൻ്റെ വനിതാ സംഘത്തിൻ്റെ വാർഷികത്തിന് ക്ഷണിച്ചതിൽ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഏതായാലും വൈകിയ വേളയിൽ ഒരു അധിക പ്രസംഗത്തിന് മാത്രമല്ല ഏകദേശം എല്ലാ മേഖലകളും ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീമതി നിമിഷ രമേഷ് അവർ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടിക്ക് തന്നെ ഏകദേശം രവിയേട്ടൻ ക്ഷണിച്ചപ്പോൾ തന്നെ പറയുകയുണ്ടായിരുന്നു, വരുമ്പോൾ എന്തെങ്കിലും കാതലായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ തക്കതായിട്ടുള്ള വിഷയവുമായിട്ട് വരണം, എന്തെങ്കിലും വന്ന് സംസാരിച്ചിട്ട് പോകരുത് എന്ന് ഒരു സൂചന നൽകുകയുണ്ടായി. അതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മളെ ഈ എൻ്റെ ജോലി സംബന്ധമായിട്ട് എപ്പോഴും യാത്രകളാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നലെ രാവിലെ മുതൽ കുറച്ച് മുമ്പ് പ്രഭാഷക എല്ലാം സൂചിപ്പിക്കുകയാണ്. പറയാൻ വന്നത് വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് രാഷ്ട്രബോധമുള്ള, സമുദായബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള പുതിയൊരു തലമുറയെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പൊതു സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെയധികം ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സോഷ്യൽ പുതിയ ചീരക്കാരി ഞങ്ങളുടെ കുറച്ച് ചീരക്കാരി SNDP ഹാളത്തെ മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തലമുറയെയാണ് മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ വിപുലമായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ പല വളർന്നു പറഞ്ഞു വെച്ചിട്ടുള്ള വിദേശത്താണ് അവർ ജോലി ചെയ്യുന്നത്. വിദേശത്ത് ജനാധിപത്യ റിപ്പോർട്ടായിട്ട് നമ്മൾ